ഹലോ, ഞാൻ ഡോക്ടർ അമല, കൺസൾട്ടന്റ് ഓർത്തോഡോണ്ടിസ്റ്റ്. ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മയോഫങ്ഷണൽ അപ്ലയൻസ് എന്ന് പറയും. അതായത് കുട്ടികളിൽ ഒരു 14 വയസ്സ് വരെ നമ്മുടെ മുകളിലത്തെ താടിയും താഴത്തെ താടിയുടെയും ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഗ്രോത്ത് നോർമൽ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ചില അപ്ലയൻസസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പൊ ചില അവസ്ഥകൾ ഉണ്ടാവും. താഴത്തെ താടി അമിതമായിട്ട് വളർന്ന് മുന്നോട്ട് വരികയും മുകളിലത്തെ താടി ഗ്രോത്ത് കുറവായിട്ട് ഒരു ഭംഗിയില്ലാതെ മുഖത്തിന്റെ താഴ്ഭാഗം കുറച്ച് ഉള്ളിലേക്ക് ഇരിക്കുന്ന പോലെയൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള കേസ് നമ്മൾ 18 വയസ്സിന് ശേഷം സർജറി ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. എന്നാൽ സർജറി ചെയ്യാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ഒരു 6 വയസ്സ് മുതൽ ഒരു 13-14 വയസ്സ് വരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് ടൈമിൽ ഡോക്ടർ ഓർത്തോഡോണ്ടിസ്റ്റിനെ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് കറക്ഷൻ പോസിബിൾ ആണ്. ഇതിൽ ചില അപ്ലയൻസസ് ഞാനിപ്പോ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമുക്ക് ട്വിൻ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ട്. മുകളിലത്തെ താടിയുടെ ഉള്ളിലും താഴത്തെ താടിയിലും നമ്മൾ വെക്കുന്ന ഒരു ഡിവൈസ് ആണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് മുകളിലത്തെ പല്ലിന്റെ ഉള്ളിൽ വെക്കും, ഇത് താഴത്തെ പല്ലിന്റെ ഉള്ളിൽ വെക്കും. എന്നിട്ട് ഈ ഡിവൈസ് വെച്ചിട്ട് നമ്മൾക്ക് നമ്മുടെ താഴത്തെ ഇത് നമ്മൾ വെക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ചില കുട്ടികളിൽ താഴത്തെ താടി കുറച്ച് പുറകോട്ടായിരിക്കും, നോർമൽ ആയിട്ടുള്ള ഒരു ലെങ്ത് വന്നിട്ടുണ്ടാവില്ല. അപ്പൊ പേഷ്യൻസ് കൂടുതലും നമ്മുടെ അടുത്ത് വന്നിട്ട് പറയുന്നത് ഡോക്ടറെ മോന്റെ പല്ല് പൊങ്ങിയിരിക്കുന്നു എന്നുള്ള കംപ്ലൈന്റ് ആയിട്ട് വരും. എന്നാൽ യഥാർത്ഥത്തിൽ പല്ല് പൊങ്ങിയ കംപ്ലൈന്റ് ആയിരിക്കില്ല, താടിയുടെ വളർച്ച പൂർണ്ണമായിട്ടും എത്താതിരിക്കുമ്പോൾ പല്ല് പൊങ്ങിയതായിട്ട് തോന്നുന്നതാണ്. അത്തരം സാഹചര്യത്തിൽ നമ്മൾ വെറുതെ പല്ല് പൊങ്ങിയതുകൊണ്ടാണ് ചിരിക്കാൻ ഒരു ബുദ്ധിമുട്ടെന്നൊക്കെ കരുതിയിട്ട് പല്ല് പറിച്ച് പല്ല് താത്തി കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ കുട്ടി കുറച്ചുകൂടെ പ്രായം വെക്കുമ്പോഴത്തേക്കും മുഖം ഒട്ടിപ്പോയ ഒരു അപ്പിയറൻസിലേക്ക് വരാം, അഭംഗിയായിട്ട് തീരാം. അപ്പൊ ചെറിയ ഒരു 13 ആൺകുട്ടികളിൽ ഒരു 12-13 വയസ്സ് വരെയും പെൺകുട്ടികളിലും ഏകദേശം ആ ഒരു ഏജ് വരെ നമുക്ക് ഈ ഇത്തരത്തിലുള്ള ഡിവൈസ് വെച്ച് നമുക്ക് കറക്ഷൻ പോസിബിൾ ആണ്. അപ്പോൾ ഈ ഡിവൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മുകളിലത്തെ താഴത്തെ പല്ലിന്റെ അളവ് എടുത്തിട്ട് നമ്മൾ അതിനനുസരിച്ച് ഫാബ്രിക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് വെച്ച് കഴിയുമ്പോൾ താഴത്തെ താടി കുറച്ച് മുന്നോട്ട് അഡ്വാൻസ് ചെയ്താണ് പേഷ്യൻസിനെ കടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മിനിമം ഒരു 6 to 8 months നമ്മൾ പേഷ്യൻസിന് വായിൽ ഇത്തരം ഡിവൈസ് വെച്ച് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും താഴത്തെ താടി മുന്നോട്ട് കയറ്റി കടിക്കുകയും ഗ്രാജുവലി അവരുടെ താടിയുടെ ലെങ്ത് കൂട്ടി ഒരു 1 year ഓഫ് ട്രീറ്റ്മെന്റ് കഴിയുമ്പോഴത്തേക്കും മുഖത്തിന്റെ ഷേപ്പ് മാറുകയും പല്ലിലും എല്ലിലും ഒരുപാട് ചേഞ്ചസ് വരുത്തുന്ന ഒരു ഡിവൈസ് ആണ് ട്വിൻ ബ്ലോക്ക് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള മറ്റൊരു ഡിവൈസ് ആണ് ഫ്രാങ്കൽ എന്ന് പറയും. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ കുട്ടികളുടെ പല്ല് വളരെയധികം നിരതെറ്റിയിരിക്കുകയാണെങ്കിൽ, പല്ല് നിരതെറ്റിയിരിക്കുന്നതും അതുപോലെ തന്നെ മുകളിലത്തെയും താഴത്തെയും താടിയുടെ വളർച്ചയ്ക്ക് എല്ലാം കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഫ്രാങ്കൽസ് എന്ന് പറയുന്ന ഒരു അപ്ലയൻസ്. ഇത് നമുക്ക് പലതരത്തിൽ ഇതിനകത്ത് ഒരുപാട് വയർ കമ്പോണൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഫ്രാങ്കൽസ് എന്ന് പറയുന്ന ഡിവൈസ് നമ്മൾ അഥവാ ഓറൽ ജിംനാസ്റ്റിക് ഡിവൈസ് ആണ് പറയപ്പെടുന്നത്. ഇതിന്റെ യൂസ് എന്ന് പറയുന്നത് പല്ല് അമിതമായിട്ട് നിരതെറ്റിയിരിക്കുകയാണ്, പാൽപ്പല്ലും പെർമനന്റ് പല്ലും കൂടെ വരുന്ന ഒരു സമയത്ത് പല്ലുകൾക്ക് സ്പേസ് ഇല്ലാതെ മൊത്തം കൺജസ്റ്റഡ് ആയിട്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഡിവൈസ് കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് വായിൽ വെച്ചു കൊടുക്കുമ്പോൾ ഇത് നമ്മുടെ കവിളിന്റെയും ചുണ്ടിന്റെയും മസിൽസ് പല്ലിൽ നിന്ന് അകത്ത് നിർത്താൻ സഹായിക്കും. അത്തരത്തിൽ പല്ലിനെ കുറച്ച് എക്സ്പാൻഡ് ചെയ്ത് ഇറങ്ങി വരാനായിട്ടുള്ള സ്പേസ് ഉണ്ടാക്കാൻ സാധിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഡിവൈസ് നമ്മൾ കറക്റ്റ് ഏജിൽ തന്നെ ഐഡന്റിഫൈ ചെയ്ത് കുട്ടികളെ ഡോക്ടേഴ്സിന്റെ അടുത്ത് കൊണ്ട് കാണിക്കുക മാത്രമാണ് നമ്മൾക്ക് ഇതിനുള്ള ഒരു സൊല്യൂഷൻ. എല്ലാ പ്രായത്തിലും നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല. ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഗ്രോത്ത് ഉള്ള സമയത്ത് ഒരു 13-14 വയസ്സ് വരെയൊക്കെയാണ് ഇത്തരത്തിലുള്ള ഡിവൈസിന്റെ ആക്ഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ചെറിയ കുട്ടികളിൽ ചിരിക്കുമ്പോൾ അമിതമായിട്ട് മോണ കാണുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം നമുക്ക് ചെറിയ പ്രായത്തിൽ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അല്ലെന്നുണ്ടെങ്കിലാണ് പിന്നീട് പല്ലിൽ കമ്പിയിട്ട് ഓർത്തോഡോണ്ടിക് ഇംപ്ലാന്റ്സ് ഒക്കെ വെച്ച് കറക്ഷൻ വരുന്നത്. ഇപ്പൊ ചെറിയ പ്രായത്തിൽ നമ്മൾ ഇതുപോലത്തെ ഡിവൈസ് ഫാബ്രിക്കേറ്റ് ചെയ്യുക, വായുടെ ഉള്ളിൽ വെക്കുക. ഇതിന്റെ കൂടെ തന്നെ തലയിൽ ഇടാനായിട്ട് ഒരു ഹെഡ് ഗിയർ, ഒരു സ്ട്രാപ്പും കൂടെ ഉണ്ട്, ഹെഡ് സ്ട്രാപ്പ് ഉണ്ടാവും. അപ്പൊ നമ്മൾ വായുടെ അളവെടുത്ത് ഇത്തരത്തിലുള്ള ഡിവൈസ് ഫാബ്രിക്കേറ്റ് ചെയ്ത് വായുടെ ഉള്ളിൽ വെച്ച് കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് വായിൽ വെച്ച് കൊടുക്കുമ്പോൾ അമിതമായിട്ട് ഇറങ്ങി വന്നിരുന്ന മോണയും കാര്യങ്ങളും നമുക്ക് അങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഡിവൈസ് ആണ് ബയോണൈസർ എന്ന് പറയും. ഇതും എല്ലിന്റെയും പല്ലിന്റെയും ചില സാഹചര്യങ്ങൾ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത്തരത്തിലുള്ള മയോ ഫംഗ്ഷൻ അപ്ലയൻസസ് എന്ന് പറയുന്ന ഉപകരണങ്ങൾ കുട്ടികളെ ഒരു 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള സമയത്ത് കറക്റ്റ് സ്പെഷ്യലിസ്റ്റ് ഓർത്തോഡോണ്ടിസ്റ്റിനെ കാണിച്ച് ഭാവിയിലേക്കുള്ള സങ്കീർണ ട്രീറ്റ്മെന്റ് അവോയ്ഡ് ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് ഒരുപാട് കറക്ഷൻസ് വളരെ സിമ്പിൾ ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോസിബിൾ ആണ്. അപ്പൊ കറക്റ്റ് ഏജിൽ തന്നെ ഇവരെ ഓർത്തോഡോണ്ടിസ്റ്റിനെ കാണിക്കുക, ഈസി ആയിട്ട് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് സ്വീകരിക്കുക. താങ്ക് യു.